അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഡിഷ് തയ്യാറാക്കാനായിട്ട് 200 ഗ്രാമോളം ചെറുപയർ ഞാൻ നേരത്തെ തന്നെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബ്ലെൻഡറിൻ്റെ വലിയ ജാർ എടുക്കുക. അതിലോട്ട് ഏകദേശം 15 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടാണ് കേട്ടോ 15 അല്ലി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് നമുക്ക് പേസ്റ്റായി കിട്ടും. നേരത്തെ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡിഷിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പായതുകൊണ്ട് തന്നെ നേരത്തെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അത് വിട്ടുപോയതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അരയ്ക്കുക. അങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞത്. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഒരുപാട് വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് ഗ്രീസ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എടുക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ അതുപോലെ ഇല്ലാത്തത് കൊണ്ടാണ് അത് എടുത്തത്. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിക്കും മാത്രമല്ല, നമ്മളിതൊന്ന് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അടച്ചു വെച്ച് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. 8 മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂണ് കണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കുക. ഒട്ടാതെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡിയായി എന്നാണ് അർത്ഥം. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നല്ലത്. ഒരുപാട് തണിയാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുകയും കട്ട് ചെയ്യുകയും ചെയ്താൽ മതിയാവും. ഞാനിതിപ്പോൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതാണ്. സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഭംഗിയായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ഗ്രീൻ കളറായിട്ടുണ്ടാവുമ്പോൾ. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ ഫുള്ളായിട്ട് ചിക്കൻ 65 തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫിഷ് മസാലയാണ് ഇഷ്ടം, ഫിഷിൻ്റെ ടേസ്റ്റാണ് വേണ്ടതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നല്ലവണ്ണം ഒന്ന് തട്ടിക്കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തും പുരളുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാന് നല്ലവണ്ണം ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നോരോന്നായി ഇതുപോലൊന്ന് ചേർത്ത് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ചെറുപയറൊക്കെ നേരത്തെ തന്നെ കുക്കായതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണ്ട. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മസാലയുടെ ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം
നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത ബാച്ചും ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. തീരെ ചെറുപയർ കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് ഇതുപോലെ ചെറുപയർ കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിഷ്ടപ്പെട്ട് കഴിക്കും. ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ചോറിനൊപ്പം സൈഡ് ഡിഷായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡിഷാണിത്. തീർച്ചയായും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.